അസ്സലാമലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എന്നും 13, 14, 21, 23 മിനിറ്റ് നേരം നിങ്ങളെ വെറുപ്പിച്ചലുണ്ട്. ഇന്ന് ഇപ്പോൾ ഏതായാലും ഒരു 8 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. പിന്നെ ഇന്ന് അപ്പം എളുപ്പമല്ല അപ്പം ചൂടാണ് കേട്ടോ. ഇന്ന് ചീയപ്പാണ് കേട്ടോ ചൂടുന്നത്. എളുപ്പമാണ് കേട്ടോ ഈ അപ്പം ചൂടാൻ. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ അപ്പം ചൂടുന്നത്. കാരണം ഇന്ന് വേഗം പണിയൊക്കെ ഒരുക്കിക്കാണ്ട് നമുക്ക് എന്താണെന്ന് പറയുക നിഞ്ച കുടിക്ക് പോവുകയാണ് ഞാൻ കേട്ടോ. ഇന്ന് അവിടെ തക്കാരാണ് കേട്ടോ. മക്കളെയും മരക്കളെയൊക്കെ തക്കാരാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഒന്ന് കുടിക്ക്. അപ്പോൾ മക്കളെയൊക്കെ മദ്രസക്ക് പറഞ്ഞേച്ച് മദ്രസ് വിട്ട് വന്നിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം പണിയൊക്കെ ഒരുക്കണം. അപ്പോൾ അങ്ങനെ എന്താട്ടി നമ്മൾ ചീയപ്പം തന്നെയാണ് ചൂടണം കേട്ടോ. എളുപ്പമാണ് ഈ അപ്പം ചൂടാൻ. അപ്പോൾ അരിയൊക്കെ അരച്ച് പിന്നെ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് വെള്ളമൊക്കെ നീട്ടിയിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ മക്കളോടൊക്കെ വേഗം മദ്രസിട്ട് വരേണ്ടി ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവനാൻ്റെ പെരേക്ക് പോകുമ്പോൾ എത്ര എളുപ്പമുണ്ടാണ് പോകുകയെന്നറിയാം. തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു മടിയാണ് ഇങ്ങോട്ട് പോരാൻ. അപ്പം നമ്മളെ പുതിയാപ്പിള കാക്കാർ അങ്ങോട്ട് പോയപ്പോൾ എന്തൊരു ഉസാറേനിന്നറിയാം. ഇങ്ങോട്ട് പോന്നപ്പം കയറിട്ട് വലിച്ചണം എന്നെ എന്തെങ്കിലും വെച്ച് പോരുള്ളൂ അറിയട്ടോ. അങ്ങനെ നമ്മൾ അപ്പം ചൂടുന്നുണ്ട്. അപ്പം നമ്മൾ ചാറ് ഉണ്ടാക്കുന്നത് ചട്ടിനിയാണ് കേട്ടോ. അപ്പം നമ്മൾ കരിവേപ്പിൻ്റെ ഇലയും കടുകൊക്കെ പൊട്ടിച്ചിക്കണ്. എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് പാർന്നിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിക്കാണ്ട് നമ്മൾ വേഗം അടിച്ചലും തുടക്കലൊക്കെ കഴിച്ചണമല്ലോ. അപ്പോൾ വേഗം നമ്മളൊരു 11 മണിൻ്റെ ഒരു ബസ്സുണ്ട് കേട്ടോ നമുക്ക് നേരിട്ട് വണ്ടൂർക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ പോകാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി മക്കൾ ചിലപ്പോൾ മദ്രസ ഇട്ട് വന്നാൽ ഓരോ ചായയുടെ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് നേരം കുറയാവും. അപ്പോൾ പിന്നെ 11 മണിൻ്റെ ബസ്സിന് പോയി നമുക്ക് നേരെ അവിടെ പോയി ഇറങ്ങാമല്ലോ. മാറി കയറൊന്നും വേണ്ട. പിന്നെ മയ്യല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നാണ് കയറി കഴിഞ്ഞാൽ അവിടെ പോയി വണ്ടൂർ പോയി ഇറങ്ങുക. അവിടെ നിന്ന് പിന്നെ വേറൊരു ബസ്സിന് നമുക്ക് കയറുക. അപ്പോൾ പിന്നെ നനയില്ല മഴയൊക്കെ പെയ്താലും. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് നമ്മൾ അപ്പം പാർന്നെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ അപ്പവും അങ്ങനെ പാർന്നെടുക്കുക. അപ്പം എളുപ്പമാണ് കേട്ടോ. എങ്ങോട്ടേലൊക്കെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ അപ്പം തന്നെ ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് വേഗം ചായ അടിച്ചോട്ടോ. ചായ കുടിച്ചിട്ട് വേണം നമുക്ക് എല്ലാ പണിയെടുക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം മോറെടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ പാത്രം മോറാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളൊന്നുമില്ല, കുറച്ചുള്ളൂ. നാളെ നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളുള്ളൂ കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ മോറിക്കഴിഞ്ഞ് നമ്മൾ ഇതാക്കണം. അകടിച്ചു വരുന്നുണ്ട്. പിന്നെ ഇനി അകടിച്ചൂരി കഴിഞ്ഞിട്ട് തുടക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാറ്റി ഒരുങ്ങിക്കാണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ മക്കൾ വരുന്നതും മദ്രസ ഇട്ട് വരുന്നതും ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പോണ വീഡിയോസും മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണം. അകടിച്ചോരലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നിറച്ച് ചമ്മലുണ്ട്. ഏതായാലും അവിടെയും ഇവിടെയൊക്കെ മക്കളിങ്ങനെ മദ്രസക്ക് ഉണ്ട് പോകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വലിച്ച് വാരിയിടും. മിറ്റാവത്ത് കൂടെ കടലാസായിട്ടും ഇതായിട്ടും അങ്ങനെ അതൊക്കെ അടിച്ചോരിട്ട് പിന്നെ നമ്മളെന്താ ഉണ്ടാക്കണേ, നമ്മളെ അടുപ്പും വീതനയും അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കണ്ടല്ലേ. അങ്ങനെ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഒരുങ്ങി നമ്മൾ ബസ് കയറാനാണ് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബസ് കയറുന്ന വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ പിന്നെ ഈ ബസ്സിലൊക്കെ കയറി വീഡിയോ എടുക്കുമ്പോൾ ചില മനുഷ്യന്മാർക്കൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കയറാൻ നിന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി പെരയിലൊക്കെ ചെന്ന് ഇതാക്കണ ഇമ്മ നല്ല നമ്മളെ കരിമീൻ ഉണ്ടല്ലോ അത് പൊരിച്ച് വെച്ചിക്കണേ. പിന്നെ ചോറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ തിന്നിട്ട് അതൊക്കെ തിന്നാണ് കേട്ടോ. ചക്കക്കൂട്ടാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ചോറും ചക്കക്കൂട്ടാനും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി നമ്മൾ ചോറൊക്കെ തിന്ന് നമുക്കിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ തക്കാരം. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന് കരുതി. അപ്പം പള്ളിയിൽ കണ്ട് ചോറെത്തട്ടഞ്ഞിട്ടേ ബാക്കിയെല്ലാം എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണേ. കോഴി കൊടുന്നിക്കണേ, ഇറച്ചി കൊടുന്നിക്കണേ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ട് നമ്മൾ കോഴിയൊക്കെ പൊരിച്ചാലത് മസാല ഇട്ട് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഇറച്ചിയും തന്നെ
കേക്ക് വെള്ളം പാരാൻ വെച്ചിക്കണ്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും വല്ലുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിക്കണ്. പിന്നെ നമ്മൾ ബിരിയാണിക്കില്ലേ ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ. മസാലയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ് ബിരിയാണി. ഞാൻ എന്നും പറയലുണ്ട്. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയും മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഇട്ടിട്ട് വല്ലുള്ളി തക്കാളിയൊക്കെ വാട്ടി ഉണ്ടാക്കി നമ്മളെ മസാല ഉണ്ട്. പിന്നെ ഇറച്ചി വേവിച്ചാണ് കേട്ടോ നമ്മൾ ആദ്യം. പിന്നെ നമ്മൾ ആദ്യം മന്തി വേവിച്ച് കേട്ടോ. അങ്ങനെ മന്തിൻ്റെ അരിയാണ് വേവിച്ച്. പിന്നെ ഇറച്ചിയൊക്കെ വെന്ത് ഞാൻ ചെമ്പട്ടിക്ക് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ പരിപാടി ഇഞ്ചതും മന്തിൻ്റെ പരിപാടി അൻസത്തിൻ്റെതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മന്തി ഇതാക്കണ ചെമ്പട്ടിയിൽ മസാലയൊക്കെ കൂട്ടി വെച്ചിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ മന്തിൻ്റെ അരി ഉണ്ടല്ലോ അതൊക്കെ വേവിച്ച് ചോറ് നമ്മൾ ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് ഇറച്ചി നമ്മൾ മാറ്റി വെച്ചിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട് കണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല കൂട്ടിയതൊക്കെ അതിൽ ഇട്ട് കൊടുത്തേക്കണം. ഇപ്പം എല്ലാവർക്കും അറിയാം മന്തി വെക്കാനും ബിരിയാണി വെക്കാനൊക്കെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ തന്നെ ചോറൊക്കെ വേവിച്ച് വെച്ചിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ മസാലയൊക്കെ അതിക്കിട്ടിട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ ചെമ്പട്ടിക്ക് വായൻ്റിലൊക്കെ വെച്ച് കൊടുത്തേക്കണേ. അങ്ങനെ പിന്നെ നമ്മൾക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മരുന്നുണ്ടല്ലോ മരുന്നും ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തതൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി ചോറ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മായിക്കണ്. അതേമാതിരി നമ്മളെ മന്തിയും ദമ്മായിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ കഴിഞ്ഞിപ്പോൾ നമുക്ക് നമ്മളെ പുതിയാപ്ലക്കാരൊക്കെ വന്നാൽ മതി അന്തിക്ക് ചോറ് കഴിച്ചാൻ. അങ്ങനെ ഇതാക്കണ്. ഇന്ന് മക്കളെയും മരിയക്കളെയും പിന്നെ നമ്മളെ മരിച്ച കുഞ്ഞാമല്ലേ ഓളെ മകനെയും മരുവളെയും വിളിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണ്. പാത്രങ്ങളൊക്കെ മൂറി വെച്ചിക്കണ്. അതേമാതിരി തൈര് ഉണ്ടാക്കിയിരിക്കണം. പിന്നെ എല്ലാവരും വന്നിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ മക്കൾക്കൊക്കെ നമ്മൾ അടുക്കളയിൽ കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ അതാക്കണ് മക്കളൊക്കെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ചോറാൻ വേണ്ടി വെച്ചാൽ ഓൽക്കൊക്കെ മന്തി മതിയായിരുന്നു. ബിരിയാണി പിന്നെ വെച്ചാണ് കേട്ടോ. അങ്ങനെ ഓൽക്കൊക്കെ ചോറെടുത്ത് പിന്നെ ഇതാക്കണ് മക്കളും മരുക്കളൊക്കെ ഇരിക്കാൻ വേണ്ടി ചോറും കൂട്ടാനും ഒക്കെ മേസമ്മ കൊണ്ടു വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇനി ഓലിരുന്ന് നീച്ചിട്ട് പിന്നെ ഞമ്മക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങൾ അങ്ങനെ ഇതാക്കണേ ചോറും മന്തിയും ബിരിയാണിയും മസാലയും കോഴി പൊരിച്ചതും പിന്നെ തൈരും മയോണൈസും തക്കാളി വെള്ളം ഒക്കെ ഉണ്ട്. ഇനി ഇതാക്കണേ എല്ലാവരും ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പം അമ്മ അങ്ങനെ എല്ലാവർക്കും ഇട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടേ മക്കൾക്കും മരക്കൊക്കെ വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ പിന്നെ ഓലെ ചോറയപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറുന്നായിരിക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ചോറയപ്പും കഴിഞ്ഞു. എല്ലാവരും ഒരുമിച്ച് നിന്ന് വെച്ചാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് പിന്നെ അങ്ങനെ നമ്മളെന്താട്ടി പാത്രമൊക്കെ മോറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ വരാം കേട്ടോ.